നമ്മുടെ 4th സെം ഓൺലൈൻ എക്സാമിൻ്റെ ഓപ്ഷണൽ അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് പേപ്പറിൻ്റെ സിലബസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എഡു 15.2 അഡ്വാൻസ്ഡ് സ്റ്റഡീസ് കരിക്കുലം ആൻഡ് പെഡഗോജിക് കോഴ്സസ് ഇൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. അപ്പോൾ അതിൽ 4 യൂണിറ്റ്സ് ആണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ 4 യൂണിറ്റ്സും കവർ ചെയ്തുകൊണ്ട് കുറേ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം സിലബസ് ഒന്ന് നോക്കാം. യൂണിറ്റ് 1 എന്ന് പറയുമ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഒറിജിൻ, ഹിസ്റ്ററി, ഡെവലപ്മെൻറ്റ് ഒക്കെയാണ് അതിൻ്റെ കീഴിൽ വരുന്നത്. ലാംഗ്വേജ്, ഒറിജിൻ ആൻഡ് ഫങ്ഷൻസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഹിസ്റ്റോറിക്കൽ, ഫിലോസഫിക്കൽ, സോഷ്യോളജിക്കൽ, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്ട്രക്ചർ, ലിംഗ്വിസ്റ്റിക് കോൺസെപ്റ്റ്സ്, മോർഫോളജി, ഫോണോളജി, സിൻടാക്സ്, സെമാൻറ്റിക്സ്. ഇതിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക് എന്ന് പറയുമ്പം സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് തന്നെയാണ്. സോഷ്യോ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ബൈലിംഗ്വലിസം, മൾട്ടി ലിംഗ്വലിസം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക് കോൺസെപ്റ്റുകളായിട്ടുള്ള ഫൊണറ്റിക്സ്, ഫോണോളജി, മോർഫോളജി, സിൻടാക്സ്, സെമാൻറ്റിക്സ് അതിൻ്റെയൊക്കെ ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു സർഫസ് ലെവൽ നോളജ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലാതെ നമ്മളോട് ഇൻഡെപ്ത് ആയിട്ട് ഒന്നും ചോദിക്കത്തില്ല. ഇനി സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ട്രെൻഡ്സ് ആൻഡ് പ്രാക്ടീസസ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ. ഓക്കെ, അതിൻ്റെ കീഴിൽ വരുന്നതാണ് ടാക്സോണമീസ്. ബ്ലൂംസ് ടാക്സോണമീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ടീച്ചർ ക്വാളിറ്റീസ്, സ്കിൽസ് ആൻഡ് കോമ്പിറ്റൻസീസ് അത് നമുക്ക് ജനറൽ ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. മൈക്രോ ടീച്ചിങ്, സ്കോപ്പ് ആൻഡ് പർപ്പസ് ഓഫ് ടെക്നോ പെഡഗോജിക് കണ്ടന്റ് നോളജ് അനാലിസിസ്, ടീച്ചർ ആസ് എ ടെക്നോ പെഡഗോഗ്, സൈക്കോ ലിംഗ്വിസ്റ്റിക് തിയറീസ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്, പിന്നെ അതുപോലെ ടെക്നിക്സ്, മെത്തേഡ്, സ്ട്രാറ്റജീസ്, അപ്രോച്ചസ്, മോഡൽസ് അതിൻ്റെ കീഴിൽ വരുന്നത് നമ്മുടെ ഗ്രാമർ ട്രാൻസ്ലേഷൻ, ഡയറക്റ്റ് മെത്തേഡ്, കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്, SOS അപ്രോച്ച് എന്നൊക്കെ പറഞ്ഞ് കുറേ അപ്രോച്ചസും മെത്തേഡ്സുകളും ഇതിൻ്റെ കീഴിൽ വരുന്നുണ്ട്. അതുപോലെ ഡെവലപ്മെൻറ്റ് ഓഫ് ലാംഗ്വേജ് സ്കിൽസ്, ലാംഗ്വേജ് സ്കിൽസ് എന്തൊക്കെയാണ് എന്ന് നോക്കണം. അതുപോലെ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എലമെൻറ്റ്സ്, പ്രോസ്, പോയട്രി, ഗ്രാമർ, വൊക്കാബുലറി, സ്പെല്ലിംഗ്, കോമ്പോസിഷൻ ഇതൊക്കെ ജനറലായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. റിസർച്ച് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്, ലേണിംഗ്, പിന്നെ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകളുണ്ട്. പ്രൊഫിഷ്യൻസി, പ്ലേസ്മെൻറ്റ് ടെസ്റ്റ്, അച്ചീവ്മെൻറ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അതുപോലെ ഒബ്ജക്റ്റീവ് ബേസ്ഡ് ഇവാലുവേഷൻ, CCE, പിന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ഡിഫറെൻറ്റ് ടെസ്റ്റ് ഐറ്റംസ് ലൈക്ക് ലോട്ട്, ഹോട്ട് ക്വസ്റ്റ്യൻസ് അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മോഡേൺ ട്രെൻഡ്സ് ഇൻ ഇവാലുവേഷൻ, റിഫ്ലക്റ്റീവ് അസസ്മെൻറ്റ്, പോർട്ട്ഫോളിയോസ്, റൂബ്രിക്സ് അതിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. യൂണിറ്റ് 3 കരിക്കുലം ആൻഡ് ലേണിംഗ് റിസോഴ്സസ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് അതിൻ്റെ കീഴിൽ കരിക്കുലം, പിന്നെ NCF, KCF, ഫോർമൽ, ഇൻഫോർമൽ, നോൺ ഫോർമൽ ലേണിംഗ് കോണ്ടെക്സ്റ്റ്, കമ്മ്യൂണിറ്റി റിസോഴ്സസ്, ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്, ലാംഗ്വേജ് ലാബ്, ഡിജിറ്റൽ റിസോഴ്സസ്, ബ്ലോഗ്സ്, ജേർണൽസ്, പോഡ്കാസ്റ്റ്, ലേണിംഗ്, ലേണിംഗ്, വെബ് ബേസ്ഡ് ലേണിംഗ്, റിസോഴ്സസ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, MOOC, വെർച്വൽ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഈ ഒരു പോർഷനിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ എൻ്റെ ജനറൽ വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. യൂണിറ്റ് 4 ഗ്ലോബൽ ട്രെൻഡ്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് എഡ്യൂക്കേഷൻ അതിൽ വരുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻ ദ പ്രസന്റ് ഡേ വേൾഡ്, ഗ്ലോബൽ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻ ICT വേൾഡ് വൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, എക്സ്പേർട്സ്, പ്രൊഫഷണൽസ് ഇൻ ദ ഫീൽഡ് ഓഫ് ICT ഓറിയൻറ്റഡ് ജോബ്സ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മുടെ ഈ ഒരു 4th സെമസ്റ്റർ ഓൺലൈൻ നമ്മുടെ ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റെ കീഴിൽ വരുന്ന സിലബസ് എന്ന് പറയുന്നത്. യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 2 നിന്ന് മെയിനായിട്ട് റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ കവർ ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. എ സിസ്റ്റം ഓഫ് റെഗുലാരിറ്റീസ് അണ്ടർലൈങ് ആക്ച്വൽ അട്ടറൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്പീക്കേഴ്സ് അതിനെ നമ്മൾ എന്താണ് പറയുക? ലാങ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ലാങ് എന്ന് പറയുന്നത് റൂൾസ് ബിഹൈൻഡ് ദ വേ ലാംഗ്വേജ് ഇസ് അറേഞ്ച്ഡ് ആൻഡ് യൂസ്ഡ്. ലാംഗ്വേജ് എങ്ങനെയാണോ അറേഞ്ച് ചെയ്യുന്നത്, എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ പുറകിൽ കുറച്ച് റൂൾസുകളുണ്ട്. ആ റൂൾസിനെയാണ് നമ്മൾ ലാങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് റെഫേഴ്സ് ടു എ സിസ്റ്റം ഓഫ് റെഗുലാരിറ്റീസ് അല്ലെങ്കിൽ റൂൾസുകൾ അണ്ടർലൈങ് ദ ആക്ച്വൽ അട്ടറൻസ്. ഒരു ലാംഗ്വേജിൻ്റെ ബിഹൈൻഡിലുള്ള കുറച്ച് റൂൾസുകൾ അതിനെയാണ് നമ്മൾ ലാങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് പരോൾ? അതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ ആക്ച്വൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ലാംഗ്വേജ് ഇൻ ഇൻഡിവിജ്വൽ അട്ടറൻസ് ഇസ് കോൾഡ് പരോൾ. അപ്പോൾ പരോൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ ആക്ച്വൽ അട്ടറൻസ് ഓഫ് ലാംഗ്വേജ് ബോത്ത് റിട്ടൺ ആൻഡ് സ്പോക്കൺ. ഒരു ലാംഗ്വേജ് എഴുതുകയോ സംസാരിക്കുകയോ ചെയ്യുന്നത് ഇൻഡിവിജ്വൽ അട്ടറൻസിനെയാണ്. ആ ഒരു ഇൻഡിവിജ്വൽ അട്ടറൻസിനെയാണ് നമ്മൾ പരോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 കോൺസെപ്റ്റുകളും ബോത്ത് ലാങ് ആൻഡ് പരോൾ എന്ന് പറയുന്ന ഈ 2 കോൺസെപ്റ്റുകളും ഫെർഡിനാൻഡ് ഡി സൊഷോറിൻ്റെ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സിലുള്ള 2 ഇമ്പോർട്ടൻറ്റ് ടേംസുകളാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റിയത് ലാങ് ആൻഡ് പരോൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് സംവാട്ട് ഈക്വൽ ടു ലിംഗ്വിസ്റ്റിക്
കോമ്പിറ്റൻസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് പെർഫോമൻസ്. ലിംഗ്വിസ്റ്റിക് കോമ്പിറ്റൻസും പെർഫോമൻസും ഈ ഒരു ലാങ് പാരോളായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. ലിംഗ്വിസ്റ്റിക് കോമ്പിറ്റൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ദ സിസ്റ്റം ഓഫ് ലിംഗ്വിസ്റ്റിക് നോളജ് പോസസ്ഡ് ബൈ എ നേറ്റീവ് സ്പീക്കർ ഓഫ് എ ലാംഗ്വേജ്. ഒരു ലാംഗ്വേജിൻ്റെ നേറ്റീവ് സ്പീക്കർ അല്ലെങ്കിൽ ഒരു നേറ്റീവ് സ്പീക്കർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, അയാളുടെ ലാംഗ്വേജ്, ഓക്കെ, അതിലുള്ള പുള്ളിക്കാരൻ അറിയാവുന്ന ലിംഗ്വിസ്റ്റിക് നോളജ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ഓഫ് ലിംഗ്വിസ്റ്റിക് നോളജിനെയാണ് നമ്മൾ ലിംഗ്വിസ്റ്റിക് കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. എന്നാൽ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ, ലിംഗ്വിസ്റ്റിക് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ദ വേ എ ലാംഗ്വേജ് സിസ്റ്റം ഇസ് യൂസ്ഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ഒരു ഇൻഡിവിജ്വൽ അട്ടറൻസ്, നമ്മൾ നേരത്തെ പരോളിൻ്റെ ആ സെയിം ഡെഫിനിഷൻ തന്നെയാണ് ലിംഗ്വിസ്റ്റിക് പെർഫോമൻസിൽ വരുന്നത്. ലാങ്ങിനെ കോമ്പിറ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്യാം, പരോളിനെ പെർഫോമൻസുമായിട്ടും നമുക്ക് റിലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങളിത് മറക്കത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Linear arrangement of units like sound, letters, words is called syntagmatic relation. Syntagmatic relation എന്ന് പറയുമ്പോൾ എന്താണ്? Linear arrangement of units like sounds, letters, words is called. നമ്മൾ ലീനിയർ ആയിട്ട് അറേഞ്ച് ചെയ്യുകയാണ്. എന്തിനെ? വേർഡ്സിനെ, ലെറ്റേഴ്സിനെ, സൗണ്ട്സിനെ, അങ്ങനെ എല്ലാത്തിനെയും ലീനിയർ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിൻടാഗ്മാറ്റിക് റിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ, ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഹി ഗോട്ട് എ ലെറ്റർ, അല്ലെങ്കിൽ ഐ റിസീവ്ഡ് എ നോട്ട്, അതും അല്ലെങ്കിൽ ഷീ ഒബ്റ്റെയിൻഡ് ആൻ എപ്പിസിൽ. അപ്പോൾ ഈ 3 സെൻറ്റൻസിൽ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആദ്യത്തെ സെൻറ്റൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹി ഗോട്ട് എ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ലീനിയർ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് അവിടെ നടക്കുന്നത്, വേർഡ്സിൻ്റെയും ലെറ്റേഴ്സിൻ്റെയും സൗണ്ട്സിൻ്റെയും. ഹി ഗോട്ട് എ ലെറ്റർ, ഓക്കെ. അപ്പോൾ അത് 4 വേർഡ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ 3 സെൻറ്റൻസുകളും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഒരു ലീനിയർ അറേഞ്ച്മെൻ്റ് ആണ് അവിടെ നടക്കുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു ലൈൻ കാണാം, അല്ലേ? ആ ലൈൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോയിരിക്കുന്നത്, ലീനിയർ അറേഞ്ച്മെൻറ്റിലാണ് നടക്കുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ സിൻടാഗ്മാറ്റിക് റിലേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വെർട്ടിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് യൂണിറ്റ്സ് ലൈക്ക് സൗണ്ട്, ലെറ്റേഴ്സ്, വേർഡ്സ് ഇസ് കോൾഡ് പാരാഡിഗ്മാറ്റിക് റിലേഷൻസ്. പാരാഡിഗ്മാറ്റിക് റിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു പിക്ചർ തന്നെ നമുക്ക് എടുക്കാം. ഇവിടെ പാരാഡിഗ്മാറ്റിക് എന്ന് പറഞ്ഞ് നമ്മളുടെ ഇവിടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ഹി, ഐ, ഷീ എന്ന് പറയുന്നത് ഒരു പാരാഡിഗ്മാറ്റിക് റിലേഷൻ ആണ് അവിടെ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഹി ഗോട്ട് എ ലെറ്റർ, അതെന്ന് പറയുന്നത് ഒരു സിൻടാഗ്മാറ്റിക് റിലേഷൻ ആണ്. ഇനി നമുക്ക് ഈ ഒരു ഹിയെ നമുക്ക് ഐ കൊണ്ടും ഷീ കൊണ്ടും റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. ഐ ഗോട്ട് എ ലെറ്റർ, ഷീ ഗോട്ട് എ ലെറ്റർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ആ ഒരു റിലേഷനെ, വേർട്ടിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് യൂണിറ്റ്സിനെയാണ് നമ്മൾ പാരാഡിഗ്മാറ്റിക് റിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റ് 1-ൽ നിന്നാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് 5th ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് സൊസൈറ്റി, അതിനെ നമ്മൾ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നു. ഓക്കെ, ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് ലാംഗ്വേജ്. ലാംഗ്വേജും സൊസൈറ്റിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റഡിയെയാണ് നമ്മൾ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഈ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സിൻ്റെ കീഴിലാണ് ബൈലിംഗ്വലിസം, മൾട്ടി ലിംഗ്വലിസം, ഡയലക്ട്സ്, ജാഗൺ, രജിസ്റ്റർ, സ്ലാങ്സ് എന്നൊക്കെ പറഞ്ഞ് പല കാറ്റഗറീസിൽ വരുന്നത്. അത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് 6th ക്വസ്റ്റ്യനിലേക്ക് പോവാം. Aspect of linguistics which deals with the study of speech sounds with the production, transmission, reception of sounds used in human speech. അതിനെയാണ് നമ്മൾ ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ദ സ്റ്റഡി, സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ഇസ് കോൾഡ് ലിംഗ്വിസ്റ്റിക്സ്, അല്ലേ? അപ്പോൾ ആസ്പെക്ട്സ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സ്, നമ്മൾ സ്പീച്ച് സൗണ്ട്സിനെ കുറിച്ച് പഠിക്കുകയാണ്. എന്ത് പഠിക്കുകയാണ് അവിടെ? ദ പ്രൊഡക്ഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷൻ ഓഫ് സൗണ്ട്സ്. സൗണ്ട്സ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സൗണ്ട്സ് എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, സൗണ്ട്സ് എങ്ങനെയാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ഫോണറ്റിക്സ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് 7th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡാഷ് ഡീൽസ് വിത്ത് ദെയർ ഡിസ്റ്റിങ്ക്റ്റ് സൗണ്ട്സ് ആൻഡ് ദെയർ സ്പെസിഫിക് പാറ്റേണിംഗ് ഇൻ എ പർട്ടിക്കുലർ ലാംഗ്വേജ്. ഒരു പർട്ടിക്കുലർ ലാംഗ്വേജിൽ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൗണ്ട്സിനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പാറ്റേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുന്നത്, ആ ഒരു പഠനത്തിനെയാണ് നമ്മൾ ഫോണോളജി അല്ലെങ്കിൽ ഫോണീമിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിൻ്റെ കീഴിലാണ് ഈ ഒരു സിലബിൾസ്, സ്ട്രെസ്, പിച്ച്, ഇൻറ്റോണേഷൻ അതൊക്കെ വരുന്നത്. ഓക്കെ, ഇനി 8th ക്വസ്റ്റ്യൻ. പാർട്ട് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ഓഫ് വേർഡ്സ്. സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ഓഫ് വേർഡ്സ്. ഓക്കെ, ഒരു ലിംഗ്വിസ്റ്റിക്കിൻ്റെ ഒരു പാർട്ടാണ്
ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത്. എന്ത്? സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ഓഫ് വേർഡ്സ്. വേർഡ്സിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്ന ആ ഒരു പഠനത്തിനെയാണ് അല്ലെങ്കിൽ സ്റ്റഡീനെയാണ് നമ്മൾ മോർഫോളജി അല്ലെങ്കിൽ മോർഫീമിക്സ് എന്ന് വിളിക്കുന്നത്. ഇനി 9th ക്വസ്റ്റ്യൻ, റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഗവേണിംഗ് ദ അറേഞ്ച്മെന്റ് ഓഫ് വേർഡ്സ് ഇൻ ടു ഹയർ യൂണിറ്റ്സ് ഇസ് കോൾഡ് സിൻടാക്സ്. ഹയർ യൂണിറ്റ്സ് അല്ലെങ്കിൽ സെന്റൻസിലാക്കാനായിട്ട് നമ്മൾ വേർഡ്സിനെ പല രീതിയിൽ അറേഞ്ച് ചെയ്യും. പക്ഷെ അതിന് സ്പെസിഫിക് ആയിട്ട് കുറച്ച് റൂൾസുകളും പ്രിൻസിപ്പിൾസും ഉണ്ട്. അതിനെയാണ് നമ്മൾ സിൻടാക്സ് എന്ന് വിളിക്കുന്നത്. 10th ക്വസ്റ്റ്യൻ, ദ സ്റ്റഡി ഓഫ് മീനിങ് ഇസ് കോൾഡ് സെമാൻറ്റിക്സ്. സോ സെമാൻറ്റിക്സിന്റെ അർത്ഥം ഇറ്റ് ഇസ് ദ സ്റ്റഡി ഓഫ് മീനിങ്. ഓക്കെ. 11th question, who published a framework for categorizing educational goals, taxonomy of educational objectives? ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ആരാണ് പബ്ലിഷ് ചെയ്തത്? ഓക്കെ, അത് ബെഞ്ചമിൻ ബ്ലൂം ആണ്. ബ്ലൂംസ് ടാക്സോണമിയിൽ മെയിൻ ആയിട്ട് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ 3 കാറ്റഗറീസ് ആയിട്ട് നമുക്ക് തരം എന്നാണ് പറയുന്നത്. ദേ ആർ കോഗ്നിറ്റീവ് ഡൊമെയിൻ, എഫക്റ്റീവ് ഡൊമെയിൻ ആൻഡ് സൈക്കോമോട്ടോർ ഡൊമെയിൻ. അപ്പോൾ അത് ഇൻഡെപ്ത് ആയിട്ട് ഞാൻ പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. കോഗ്നിറ്റീവ് ഡൊമെയിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കീഴിലാണ് നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ വരുന്നത്. ഓക്കെ. ഇനി അഫക്റ്റീവ് ഡൊമെയിൻ്റെ കീഴിലാണ് റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസിങ്, ക്യാരക്ടറൈസിങ് എന്ന് പറയുന്ന 5 കാര്യങ്ങൾ വരുന്നത്. ഇനി സൈക്കോമോട്ടോർ ഡൊമെയിൻ്റെ കീഴിലാണ് ഇമിറ്റേഷൻ, മാനിപ്പുലേഷൻ, പ്രിസിഷൻ, ആർട്ടിക്കുലേഷൻ, നാച്ചുറലൈസേഷൻ വരുന്നത്. ഓക്കെ, അത് സൈക്കോമോട്ടോറിൻ്റെ കീഴിലാണ് വരുന്നത്, സൈക്കോമോട്ടോർ ഡൊമെയിൻ. ഇനി അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നോളജ് എന്ന് പറയുമ്പോൾ റീകോൾ, റെക്കഗ്നൈസ്, നെയിം, ലിസ്റ്റ്, റീപ്രൊഡ്യൂസ് എന്നൊക്കെ വരും. കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ ഡിസ്ക്രിമിനേറ്റ്, ക്ലാരിഫൈ, വേരിഫൈ, എക്സ്പ്ലെയിൻ, ഇൻറ്റർപ്രറ്റ്, ഇല്ലുസ്ട്രേറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കോംപ്രിഹെൻഷൻ്റെ കീഴിൽ വരുന്നത്. ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ യൂസ്, പ്രെഡിക്റ്റ്, ഇൻഫർ, റീസൺ എക്സെട്ര. അനാലിസിസിൻ്റെ കീഴിൽ വരുന്നത് അനലൈസ്, സെപ്പറേറ്റ്, കമ്പയർ, കോൺട്രാസ്റ്റ് എക്സെട്ര. ഇനി സിന്തസിസിൻ്റെ കീഴിലാണെങ്കിൽ കമ്പൈൻ, സമ്മറൈസ്, ഓർഗനൈസ്, കമ്പോസ് എക്സെട്ര. ഇനി ഇവാലുവേഷൻ ആണെങ്കിൽ ജഡ്ജ്, സപ്പോർട്ട്, ഡിഫെൻഡ്, ഇവാലുവേറ്റ്, ക്രിട്ടിസൈസ് എക്സെട്ര. ഇനി നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റിവൈസ്ഡ് ടാക്സോണമി ഓഫ് കോഗ്നിറ്റീവ് ഡൊമെയിൻ. കോഗ്നിറ്റീവ് ഡൊമെയിൻ ഒന്നും കൂടി റിവൈസ് ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഡിഫറൻസ് വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പേരുകളിലാണ്. നമ്മൾ കോഗ്നിറ്റീവ് ഡൊമെയിനിൽ ആദ്യം പഠിച്ചത് നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേറ്റ് എന്നാണെങ്കിൽ റിവൈസ്ഡ് ടാക്സോണമി ഓഫ് കോഗ്നിറ്റീവ് ഡൊമെയിനിൽ വരുമ്പോൾ റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ്, അപ്ലൈ, അനലൈസ്, ഇവാലുവേറ്റ്, ക്രിയേറ്റ് അങ്ങനെ വരുന്നു. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ടാക്സോണമി എന്ന് പറയുമ്പോൾ. 1956 അത് പബ്ലിഷ് ചെയ്തതെന്നും കൂടി ഓർക്കുക. ബെഞ്ചമിൻ ബ്ലൂം ആണ്. റിവിഷൻ ഓഫ് ബ്ലൂംസ് ടാക്സോണമി വാസ് ഫ്രെയിംഡ് ബൈ. അപ്പോൾ ഈ ബ്ലൂംസ് ടാക്സോണമി റിവൈസ് ചെയ്തത് 2001 ബൈ റാത്വോൾ ആൻഡ് ആൻഡേഴ്സൺ. ഓക്കെ, റാത്വോൾ ആൻഡ് ആൻഡേഴ്സൺ ആണ് റിവൈസ് ചെയ്തത് ബ്ലൂംസ് ടാക്സോണമി 2001. ഇനി നമുക്ക് 13th ക്വസ്റ്റ്യനിലേക്ക് പോകാം. A teaching scale down in content of lesson, സൈസ് ഓഫ് ക്ലാസ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ടീച്ചിങ്, അതിനാണ് നമ്മൾ മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോ ടീച്ചിങ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സെമ്മിൽ പഠിച്ചതാണ്. ഒരു 5 to 10 മിനിറ്റ്സേ കാണത്തുള്ളൂ ഈ ഒരു മൈക്രോ ടീച്ചിങ് എന്ന് പറയുമ്പോൾ. അവിടെ 5 to 10 സ്റ്റുഡൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒരു 5 മിനിറ്റ്സിൽ കവർ ചെയ്യാൻ പോകുന്ന പോർഷൻസ് ആയിരിക്കും നമ്മളവിടെ പഠിപ്പിക്കുന്നത്. സോ ഇറ്റ് ഇസ് എ സ്കെയിൽ ഡൗൺ. സ്കെയിൽ ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിനിമൈസ് ചെയ്യുകയാണ്, റെഡ്യൂസ് ചെയ്യുകയാണ്. എന്ത്? കണ്ടന്റ് ഓഫ് എ ലെസൺ. ഒരു ലെസൻ്റെ കണ്ടന്റ് കുറയ്ക്കുകയാണ്, അതുപോലെ ക്ലാസിൻ്റെ സൈസ് കുറയ്ക്കുകയാണ്, ടീച്ചിങ്ങിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ടീച്ചിങ്ങിനെയാണ് നമ്മൾ മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വളരെ റെലവെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഹൂ ഇൻവെൻറ്റഡ് മൈക്രോ ടീച്ചിങ്? മൈക്രോ ടീച്ചിങ് ഇൻവെൻറ്റ് ചെയ്തത് ആരാണ് എന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം റൈറ്റ് W. എലൻ, റോബർട്ട് ബുഷ് ആൻഡ് കിം റോംനി. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ് ഇത് ഇൻവെൻറ്റ് ചെയ്തത് ഈ ഒരു മൈക്രോ ടീച്ചിങ്. അതിലെ മെയിൻ ആളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് DW. എലൻ ആണ്. ഡ്വൈറ്റ് W. എലൻ ആണ് ഈ മൈക്രോ ടീച്ചിങ്ങിൻ്റെ മെയിൻ ആള്. 15th ക്വസ്റ്റ്യൻ, ഡിറ്റർമൈനിങ് പ്രീ റിക്വസിറ്റ്സ്, suitability of device used etc. are skills associated with skills of introducing a lesson. അപ്പോൾ ഒരു ലെസൺ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ പ്രീ റിക്വസിറ്റ്സ് എല്ലാം ഓൾറെഡി കണ്ടുപിടിച്ച് ഡിസൈഡ് ചെയ്ത് വെക്കും. ഇന്ന കാര്യം ഇപ്പോൾ പഠിപ്പിക്കണം, അതിന് ശേഷമേ ക്ലാസ് തുടങ്ങാവുള്ളൂ. അങ്ങനെയൊക്കെ നമ്മൾ കുറേ പ്രീ റിക്വസിറ്റ്സ് നമ്മൾ ഓൾറെഡി ഡിറ്റർമൈൻ ചെയ്ത് അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ എന്തൊക്കെ ഡിവൈസുകൾ യൂസ് ചെയ്യണം എന്നും നമ്മൾ
ഓർത്ത് വെക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സ്കില്ലിനെയാണ് നമ്മൾ സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ എന്ന് പറയുന്നത്. ലെജിബിലിറ്റി, നീറ്റ്നെസ്, ഓർഗനൈസേഷൻ ഓഫ് മെറ്റീരിയൽസ് കം അണ്ടർ ദ സ്കിൽ ഓഫ് യൂസിങ് ബ്ലാക്ക് ബോർഡ്. അപ്പോൾ ലെജിബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കാര്യം കത്തും. കാരണം അവിടെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും അതുപോലെ നീറ്റ്നെസ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മെറ്റീരിയൽസ് എല്ലാം കറക്റ്റായിട്ട് നമ്മൾ ബോർഡിൽ ഓർഗനൈസ് ചെയ്യുകയും വേണം. അപ്പോൾ ഇത് മൂന്നും എന്തായാലും സ്കിൽ ഓഫ് യൂസിങ് ബ്ലാക്ക് ബോർഡിൻ്റെ കീഴിൽ വരുന്നതാണ്. പോസിറ്റീവ്, നെഗറ്റീവ്, വെർബൽ ആൻഡ് നോൺ വെർബൽ ബൂസ്റ്റിംഗ് ആൻഡ് സ്ട്രെങ്തനിങ് ഓഫ് എ ബിഹേവിയർ ആർ കമ്പോണൻസ് അണ്ടർ സ്കിൽസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. ഓക്കെ, നമ്മൾ പോസിറ്റീവ് അതുപോലെ തന്നെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും വെർബൽ ആൻഡ് നോൺ വെർബൽ റീഇൻഫോഴ്സ്മെൻറ്റുകളും എന്താണ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട് കുട്ടികളുടെ ബിഹേവിയർ. അപ്പോൾ അതെല്ലാം വരുന്നത് സ്കിൽസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കീഴിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോഡി മൂവ്മെൻറ്റ്സ്, ജെസ്റ്റേഴ്സ്, ചേഞ്ച് ഇൻ വോയിസ് എക്സെട്ര ആർ കമ്പോണൻസ് ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ. അപ്പോൾ ഒരു ടീച്ചർ കുട്ടികളുടെ ആ ഒരു അറ്റൻഷൻ, കോൺസെൻട്രേഷൻ ഫുള്ളി ടീച്ചറിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് ടീച്ചർ ബോഡി മൂവ്മെൻറ്റ്സും അതുപോലെ ജെസ്റ്റേഴ്സ് ഒക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള സ്കില്ലുകളൊക്കെ ഈ ഒരു സ്റ്റിമുലസ് വേരിയേഷൻ്റെ കീഴിലാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 19th ക്വസ്റ്റ്യൻ, കവറിംഗ് സിഗ്നിഫിക്കൻറ്റ് ടോപ്പിക്സ്, ക്ലാരിറ്റി ആർ കമ്പോണൻസ് അണ്ടർ സ്കിൽ ഓഫ് എക്സ്പ്ലെയിനിങ്. അപ്പോൾ സ്കിൽ ഓഫ് എക്സ്പ്ലെയിനിൻ്റെ കീഴിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എന്താണ് കവർ ചെയ്യുക. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ കവർ ചെയ്യുകയും അതുപോലെ തന്നെ ക്ലാരിറ്റിയോടുകൂടി എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയൊക്കെ നമ്മൾ സ്കിൽസ് ഓഫ് എക്സ്പ്ലെയിനിങ്ങിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. 20th ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്രോപ്രിയസി ഓഫ് യൂസ്, suitability of level of learners are components under skill of learning aids. 21st question, seeking further information, redirecting are subskills of സ്കിൽ ഓഫ് ക്വസ്റ്റനിങ്. ആ ക്വസ്റ്റനിങ്ങിൻ്റെ കീഴിൽ വരുന്നതാണ്. ടീച്ചർ പിന്നെയും കുട്ടിയിൽ നിന്ന് മാക്സിമം കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ. അതുപോലെ തന്നെ ഒരു കുട്ടി തെറ്റായിട്ടുള്ള ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ റീഡയറക്റ്റ് ചെയ്യുകയും ചെയ്യും ടീച്ചേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള സബ് സ്കിൽസ് എല്ലാം ഇതിൻ്റെ കീഴിലാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് കംസ് അണ്ടർ ദ സ്കിൽ ഓഫ് ക്വസ്റ്റനിങ്. 22nd question, Dash is a framework to understand and describe the kinds of knowledge needed by a teacher for effective pedagogical practice in a technology enhanced learning environment. അപ്പോൾ ഒരു ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ് എൻവയോൺമെൻറ്റിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള പെഡഗോജിക്കൽ പ്രാക്ടീസസ് നടത്താൻ വേണ്ടിയിട്ട് ടീച്ചറിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് നോളജ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ടെക്നോളജിക്കൽ പെഡഗോജിക്കൽ കണ്ടന്റ് നോളജ്. അപ്പോൾ ടീച്ചറിന് ടെക്നോളജിയെക്കുറിച്ചും നല്ല നോളജ് വേണം. അതുപോലെ തന്നെ ടീച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പഠിപ്പിക്കാനായിട്ട് ടീച്ചറിന് ഒരു കഴിവ് വേണം. അതുപോലെ തന്നെ ടീച്ചറിന് വേണ്ട വേറൊരു കാര്യമാണ് ടീച്ചറിൻ്റെ സബ്ജക്റ്റിൽ ഏത് സബ്ജക്റ്റാണോ ടീച്ചർ മാസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ ഒരു സബ്ജക്റ്റിൽ ടീച്ചർ ഏറ്റവും ടോപ്പസ്റ്റ് ലെവലിൽ നിൽക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു നോളജിനെയാണ് നമ്മൾ ടെക്നോളജിക്കൽ പെഡഗോജിക്കൽ കണ്ടന്റ് നോളജ് എന്ന് വിളിക്കുന്നത്. ടീച്ചറിന് ഒരേ സമയം സിമൾട്ടേനിയസ്ലി ടീച്ചറിന് ടെക്നോളജിക്കലായിട്ടും അതുപോലെ പെഡഗോജിക്കലായിട്ടും കണ്ടന്റ് നോളജും വേണം ഒരേ സമയത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബ്രാഞ്ച് ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി ദാറ്റ് ഇസ് കൺസേൺഡ് വിത്ത് ഹ്യൂമൻ ലാംഗ്വേജ്, ലാംഗ്വേജ് അക്വിസിഷൻ, ലാംഗ്വേജ് പ്രൊഡക്ഷൻ ആൻഡ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ. അതിനെയാണ് നമ്മൾ സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. എന്താണ് സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്? ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി, ഒരു കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ചാണ്. ആൻഡ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഹ്യൂമൻ ലാംഗ്വേജ്. ഹ്യൂമൻ ലാംഗ്വേജ് പഠിക്കാനും അതുപോലെ തന്നെ എക്വയർ ചെയ്യാനും ലാംഗ്വേജ് നല്ലപോലെ പ്രൊഡ്യൂസ് ചെയ്യാനും ലാംഗ്വേജ് മനസ്സിലാക്കാനുമുള്ള ഒരു കോഗ്നിറ്റീവ് എബിലിറ്റീനെയാണ് നമ്മൾ ആ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്. 4th question, GTM, one of the oldest methods of teaching a foreign language, was proposed by Karl Plotz. Okay, Karl Plotz ആണ് grammar translation method. It is the oldest method of teaching a foreign language and it was proposed by Karl Plotz. Karl Plotz ആണ് GTM method പ്രപ്പോസ് ചെയ്തത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ് വാസ് ഡെവലപ്ഡ് ബൈ. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് അത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? M. Berlitz. മാക്സിമിലിയൻ ബേർളിറ്റ്സ് ആണ് ഈ ഒരു ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. ആൻഡ് ഈ ഒരു ഡയറക്റ്റ് മെത്തേഡിനെ നമുക്ക് കോൺവെർസേഷണൽ മെത്തേഡ് അല്ലെങ്കിൽ നാച്ചുറൽ മെത്തേഡ് എന്നുകൂടി വിളിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഹു പ്രൊപ്പോസ്ഡ് ബൈലിംഗ്വൽ മെത്തേഡ്? CJ Dodson ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an approach based on the assumption that language can be learned through a scientific selection and grading of structures. അതിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. സ്ട്രക്ചേഴ്സ് ഗ്രേഡ് ചെയ്യുകയും അതുപോലെ സയന്റിഫിക്കലി സെലക്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു ലാംഗ്വേജ് നല്ലപോലെ പഠിക്കാൻ പറ്റും എന്ന് പറയുന്ന അപ്രോച്ചാണ് ഈ ഒരു സ്ട്രക്ചറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്ട്രക്ചറൽ ഓറൽ സിറ്റുവേഷണൽ അപ്രോച്ച്, SOS അപ്രോച്ച് എന്ന് കോമൺ ആയിട്ട് അറിയപ്പെടും. 28th question, an approach that focuses on all the components of communicative competence of the learner. ഒരു ലേണറിന്റെ കമ്മ്യൂണിക്കേറ്റീവ് കോമ്പിറ്റൻസിനെ മൊത്തത്തിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. മദർ ടങ് ഹാസ് നോ റോൾ. അപ്പോൾ ഇവിടെ മദർ ടങ് അല്ലെങ്കിൽ മാതൃഭാഷയ്ക്ക് ഇവിടെ ഒരു റോളും ഇല്ല ഈ ഒരു കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്. 29th question, an approach based on the principle that the whole being, emotional and social, needs to be engaged in learning, not just the mind. മനസ്സ് മാത്രമല്ല ലേണിംഗിൽ ഇൻവോൾവ് ആകേണ്ടത്, മറിച്ച് ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളും ഇൻവോൾവ് ആകണം ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗിൽ. ദാറ്റ് ഈസ് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഈ ഒരു ലേണിംഗിന് ആവശ്യമാണ് എന്ന് പറഞ്ഞ അപ്രോച്ചാണ് എന്ത് അപ്രോച്ച്? ഹ്യൂമനിസ്റ്റിക് ലാംഗ്വേജ് അപ്രോച്ച്. അപ്പോൾ അതിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ ഒരു സൈലന്റ് വേ, സജസ്റ്റോപീഡിയ, അതുപോലെ ടാസ്ക് ബേസ്ഡ് ലേണിംഗ് എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ അതിലോട്ട് വരുന്നുണ്ട്. 30th question, സൈലന്റ് വേ ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് വാസ് ഡിവൈസ്ഡ് ബൈ. അപ്പോൾ സൈലന്റ് വേ എന്ന് പറയുന്ന ആ ഒരു ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുന്നത് ഡിവൈസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് Guttengo. A language teaching method that facilitates learning through joy and easiness. ഒരു ലാംഗ്വേജ് ടീച്ചിങ് മെത്തേഡാണിത്. അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു, സുഗമമാക്കുന്നു ലേണിംഗ്. ത്രൂ വാട്ട്? ത്രൂ ജോയ് ആൻഡ് ഈസിനെസ്. സന്തോഷത്തോടു കൂടിയും അതുപോലെ ഈസി ആയിട്ടും നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാം എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് സജസ്റ്റോപീഡിയ എന്ന് പറയുന്നത്. അവിടെ മ്യൂസിക് അതുപോലെ തന്നെ വേറെ മൊത്തത്തിൽ അറ്റ്മോസ്ഫിയർ, ഒരു സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയർ മാറിയിട്ട് കുറച്ചും കൂടെ കുട്ടികൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതും ഇഷ്ടപ്പെടുന്നതും എൻജോയബിളും ആയിട്ടുള്ള കുറച്ച് സെറ്റിങ്സ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സജസ്റ്റോപീഡിയയുടെ വേറൊരു പേരാണ് സജസ്റ്റോപീഡിയ. ഓക്കെ, സജസ്റ്റോപീഡിയ എന്നുകൂടി ഈ ഒരു സജസ്റ്റോപീഡിയനെ അറിയപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 32nd question, ഹു ഡെവലപ്ഡ് സജസ്റ്റോപീഡിയ? അപ്പോൾ ജി ലൊസാനോവാണ് സജസ്റ്റോപീഡിയ ഡെവലപ്പ് ചെയ്തത്. ആൻഡ് ഹീ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ആക്സിലറേറ്റഡ് ലേണിംഗ്. ആക്സിലറേറ്റഡ് ലേണിംഗിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ലൊസാനോവാണ്, ജി ലൊസാനോ. ക്വസ്റ്റ്യൻ, എ മെത്തേഡ് ദാറ്റ് അപ്ലൈസ് ദ ടെക്നിക്സ് ഓഫ് കൗൺസിലിംഗ് ടു ലാംഗ്വേജ് ലേണിംഗ്. ഒരു മെത്തേഡാണ്, അത് അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്യുന്നു? കൗൺസിലിംഗ് ടെക്നിക്സ് ടു ലാംഗ്വേജ് ലേണിംഗ്. ലാംഗ്വേജ് ലേണിംഗിൽ കൗൺസിലിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, CLL കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് വിച്ച് എംപ്ലോയ്സ് കൗൺസിലിംഗ് എംപ്ലോയ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി CLL അഥവാ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് ഡെവലപ്പ് ചെയ്തത് CA Curran ആണ്. CA Curran. Next question, a language teaching method based on coordination of speech and action. അപ്പോൾ ഒരു ലാംഗ്വേജ് ടീച്ചിങ് മെത്തേഡാണ്, അത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? കോർഡിനേഷൻ ഓഫ് സ്പീച്ച് ആൻഡ് ആക്ഷൻ. ആക്ഷൻ്റെയും സ്പീച്ചിൻ്റെയും കോർഡിനേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ലാംഗ്വേജ് ടീച്ചിങ് മെത്തേഡാണ് ഈ ഒരു ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് അഥവാ TPR എന്നറിയപ്പെടുന്നു. ആൻഡ് ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ജെയിംസ് ജെ എഷർ. അപ്പോൾ ജെയിംസ് ജെ എഷർ ആണ് ഈ ഒരു ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് ഡെവലപ്പ് ചെയ്ത മെയിൻ ആള് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 36th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ NS പ്രഭു. അപ്പോൾ NS പ്രഭു ആണ് എന്ത് ചെയ്തത്? ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ് പ്രൊപ്പോസ് ചെയ്തത്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ലാംഗ്വേജ് പഠിക്കും. എപ്പോഴാണ് പഠിക്കുന്നത്? മീനിങ് ഫുൾ ആയിട്ടുള്ള ടാസ്കുകൾ അവർക്ക് പല ഫോംസിൽ പല രൂപത്തിൽ കൊടുക്കുകയാണെങ്കിൽ അവർ ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ലാംഗ്വേജ് പഠിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ NS പ്രഭു, ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ്. 37th question, നമ്മൾ കുറച്ച് സ്കിൽസുകളാണ് നോക്കുന്നത്. റിസെപ്റ്റീവ് സ്കിൽസ് ഉണ്ട്, പ്രൊഡക്റ്റീവ് സ്കിൽസ് ഉണ്ട്, ആക്റ്റീവ് സ്കിൽസ് ഉണ്ട്, അങ്ങനെ കുറച്ച് സ്കിൽസ് ഉണ്ട്. അത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ഫസ്റ്റ് സെമ്മിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിരുന്നു.
ഇത് ലാംഗ്വേജ് സ്കിൽസിന്റെ കീഴിൽ വരുന്നതാണ്, അതുകൊണ്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. റിസെപ്റ്റീവ് സ്കിൽസ് എന്ന് പറയുമ്പോൾ ലിസ്ണിംഗ് ആൻഡ് റീഡിംഗ് ആണ്. സോ ലിസ്ണിംഗ് ആൻഡ് റീഡിംഗ് ആർ റിസെപ്റ്റീവ് സ്കിൽസ്. പ്രൊഡക്റ്റീവ് സ്കിൽസ് ഓർ എക്സ്പ്രസീവ് സ്കിൽസ് എന്ന് പറയുമ്പോൾ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ആണ് അവിടെ വരുന്നത്. കാരണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്, സ്പീച്ച് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ റൈറ്റിങ്ങിലൂടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പീക്കിങ്ങിലൂടെയാണ് ചെയ്യുന്നത്. സോ ദേ ആർ നോൺ ആസ് പ്രൊഡക്റ്റീവ് സ്കിൽസ് ഓർ എക്സ്പ്രസീവ് സ്കിൽസ്. എക്സ്പ്രസീവ് സ്കിൽസ്. ഓക്കെ, അടുത്തത് ആക്റ്റീവ് സ്കിൽസ്. എന്തൊക്കെയാണ് ആക്റ്റീവ് സ്കിൽസ്? സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്. നമ്മൾ സ്പീക്ക് ചെയ്യുമ്പോഴും റൈറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ആക്റ്റീവ് ആകേണ്ടിയിരിക്കുന്നു, അതിനെയാണ് നമ്മൾ ആക്റ്റീവ് സ്കിൽസ് എന്ന് പറയുന്നത്. ഇനി പാസീവ് സ്കിൽസ് എന്ന് പറയുമ്പോൾ ലിസ്ണിംഗ് ആൻഡ് റീഡിംഗ്. ലിസ്ണിംഗ് ആൻഡ് റീഡിംഗ് എന്ന് പറയുന്നത് എന്ത് സ്കിൽസ് ആണ്? പാസീവ് സ്കിൽസ് ആണ്. ദേ ആർ ഓൾസോ റിസെപ്റ്റീവ് സ്കിൽസ്. അവർ റിസെപ്റ്റീവ് സ്കിൽസും കൂടിയാണ്. ഓക്കെ, അടുത്തത് ഓറൽ സ്കിൽസ്. ഓറൽ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് പെർട്ടൈനിങ് ടു ഇയർ. നമ്മളുടെ കേൾവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. സോ ഓറൽ സ്കിൽസ് എന്ന് പറയുമ്പോൾ ലിസ്ണിംഗ് ആൻഡ് സ്പീക്കിംഗ് ആണ്. ലിസ്ണിംഗ് ആൻഡ് സ്പീക്കിംഗ് ആർ കമ്മിങ് അണ്ടർ ഓറൽ സ്കിൽസ്. ഇനി ഗ്രാഫിക് മോട്ടോർ സ്കിൽസ് എന്ന് പറയുമ്പോൾ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ആണ് വരുന്നത്. ഗ്രാഫിക് മോട്ടോർ സ്കിൽസ് നമ്മൾ എഴുതുമ്പോൾ അവിടെ മോട്ടോർ സ്കിൽസ് വരുന്നു, ഗ്രാഫിക് മോട്ടോർ സ്കിൽസ് വരുന്നു എഴുതുമ്പോൾ. അതുപോലെ റീഡ് ചെയ്യുമ്പോഴും ലിപ്പിന്റെ ഒരു മൂവ്മെന്റ് നടക്കുന്നത് കൊണ്ടാണ് ഗ്രാഫിക് മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്ണിംഗ് ഫോർ ഗെറ്റിംഗ് എ ജനറൽ ഐഡിയ ഓർ ജിസ്റ്റ് ഓഫ് സം ഈവൻസ്. അതിനെയാണ് നമ്മൾ എക്സ്റ്റെൻസീവ് ലിസ്ണിംഗ് എന്ന് പറയുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ലിസൺ ചെയ്യുകയാണ്, പക്ഷേ അവിടെ ഒരു ജനറൽ ഐഡിയ, മൊത്തത്തിലൊരു റഫ് പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കേൾക്കുന്നത്. അങ്ങനെയുള്ള കേൾവിനെയാണ് നമ്മൾ എക്സ്റ്റെൻസീവ് ലിസ്ണിംഗ് എന്ന് പറയുന്നത്. 39th question, listening to the prescription of a doctor is an example of intensive listening. നമുക്ക് എന്തെങ്കിലും അസുഖം വരുന്നു, നമ്മൾ ഉടനെ ഡോക്ടറിനെ കാണാൻ പോകുന്നു, നമ്മുടെ അസുഖങ്ങളെ കുറിച്ച് ഡോക്ടറിനോട് പറയുന്നു. അപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നു കുറച്ച് കാര്യങ്ങൾ. ആ ഒരു സമയത്ത് നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ചു കേൾക്കുന്നു, അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ഇന്റൻസീവ് ലിസ്ണിംഗ് ആണ് നടത്തുന്നത്. അവിടെ നമ്മൾ ഡോക്ടർ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നടക്കുന്ന ലിസ്ണിങ്ങിനെയാണ് നമ്മൾ ഇന്റൻസീവ് ലിസ്ണിംഗ് എന്ന് പറയുന്നത്. 40th question, a way of reading in which the learner quickly goes through a text to find a particular piece of information. ഒരു particular piece of information കിട്ടാൻ വേണ്ടിയിട്ട് ലേണർ ക്വിക്കായിട്ട് വായിക്കുന്നതിനെയാണ് നമ്മൾ സ്കാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സ്കാനിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a way of reading in which the learner reads the whole passage rapidly to get the gist or rough idea of a passage. ഒരു പാസേജിന്റെ റഫ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലേണർ റീഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്കിമ്മിങ് എന്ന് പറയുന്നത്. 42nd question, dash is administered in order to make decisions about where a student should be placed within a language instructional program. അതിനെയാണ് നമ്മൾ പ്ലേസ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ലാംഗ്വേജ് ഇൻസ്ട്രക്ഷണൽ പ്രോഗ്രാമിൽ കുട്ടിയെ ഏത് ക്ലാസ്സിൽ പ്ലേസ് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് പ്ലേസ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a test given to the pupil in order to discover the strengths and വീക്ക്നെസ്സസ് ഓഫ് ലാംഗ്വേജ് ലേണേഴ്സ്. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ടെസ്റ്റാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അവിടെ കുട്ടിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സസും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ടെസ്റ്റാണ് ഈ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് സീക്സ് ടു പ്രൊവൈഡ് സം ഇൻഡിക്കേഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് എബിലിറ്റി ടു ലേൺ എ ലാംഗ്വേജ്. ഒരു ലാംഗ്വേജ് പഠിക്കാനായിട്ടുള്ള കുട്ടിയുടെ എബിലിറ്റീനെ ചെക്ക് ചെയ്യുന്ന ടെസ്റ്റാണ് ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്, ഒരു അഭിരുചി ടെസ്റ്റ്. Dash attempts to measure what and how individuals has learned with his present standard of performance. Okay, ഒരു കുട്ടിയുടെ ആ ഒരു പ്രസന്റ് സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് അളക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. 46th question, the test must really measure what it has been designed to measure. It is referred as വാലിഡിറ്റി. അപ്പോൾ വാലിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു ടെസ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കുട്ടികളുടെ ചില കാര്യങ്ങൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മെഷർ ചെയ്യുന്നുണ്ടോ എന്നറിയുന്നതിനെയാണ് നമ്മൾ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 47th question, a test should give similar results even though different testers administrate it. This is referred to as, ഒരു ടെസ്റ്റ് കുറച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നു, ആ ഒരു ടെസ്റ്റ് തന്നെ വേറെ ഒരു ടീച്ചർ അല്ലെങ്കിൽ വേറൊരു ആൾ വന്ന് കൊടുത്താലും കുട്ടികൾ അതേ റിസൾട്ട് കൊടുക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നമുക്ക് ടെസ്റ്റിനെ റിലയബിൾ ആണെന്ന് പറയാം, റിലയബിലിറ്റി ഉണ്ടെന്ന് പറയാം. 48th question, the absence of personal bias, personal prejudice while administering a test is referred to as objectivity of a test. Capacity of a test to distinguish above average, average and below average students is referred to as
ഡിസ്ക്രിമിനേറ്റിംഗ് പവർ. അപ്പോൾ ഒരു ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടെസ്റ്റിൽ നിന്ന് നമുക്ക് ആവറേജ് സ്റ്റുഡൻസ് ഇത്ര പേരുണ്ട്, ബിലോ ആവറേജ് സ്റ്റുഡൻസ് ഇത്ര പേരുണ്ട്, എബവ് ആവറേജ് സ്റ്റുഡൻസ് ഇത്ര പേരുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു ടെസ്റ്റിന് ഡിസ്ക്രിമിനേറ്റിംഗ് പവർ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പറഞ്ഞ ഡിസ്ക്രിമിനേറ്റിംഗ് പവർ, റിലയബിലിറ്റി, വാലിഡിറ്റി, ഒബ്ജക്റ്റിവിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു ഗുഡ് ടെസ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. 50th question, evaluation based on predetermined objectives is called objective based evaluation. അപ്പോൾ objective based evaluation എന്ന് പറയുന്നത് എന്താണ്? Evaluation that is based on predetermined objectives. ഓൾറെഡി ഒബ്ജക്റ്റീവ്സുകളെല്ലാം നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇവാലുവേഷനാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ബേസ്ഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. എക്സ്പാൻഡ് ലോട്ട്, ലോവർ ഓർഡർ തിങ്കിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ലോട്ടിൻ്റെ എക്സ്പാൻഷൻ ആണ് ലോവർ ഓർഡർ തിങ്കിങ് ക്വസ്റ്റ്യൻസ്. Questions that need a greater display of understanding and thought in order to be answered. അപ്പോൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങും അതുപോലെ തന്നെ നല്ലപോലെ തിങ്ക് ചെയ്യേണ്ടിയും വരുന്നു. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ഹോട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഹയർ ഓർഡർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്: സമ്മറൈസ്, ഇല്ലുസ്ട്രേറ്റ്, ഡെമോൺസ്ട്രേറ്റ്, ഇൻ്റർപ്രറ്റ്. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസിനെ നമുക്ക് ഹോട്ട് ക്വസ്റ്റ്യൻസ് എന്ന് വിളിക്കാം, ഹയർ ഓർഡർ തിങ്കിങ് ക്വസ്റ്റ്യൻ. 53rd ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡാഷ് എൻഗേജസ് ദ സ്റ്റുഡൻറ്റ് ഇൻ സെൽഫ് ഇവാലുവേഷൻ ആൻഡ് സെൽഫ് റിഫ്ലക്ഷൻ. റിഫ്ലക്റ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് അസസ്മെൻറ്റ് വെയർ സ്റ്റുഡൻസ് എൻഗേജ് ഇൻ സെൽഫ് ഇവാലുവേഷൻ ആൻഡ് സെൽഫ് റിഫ്ലക്ഷൻ. അവിടെ കുട്ടികൾ സ്വന്തമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുകയും സ്വന്തമായിട്ട് അവരിലേക്ക് തന്നെ ഒന്ന് നോക്കുകയും ചെയ്യും. സെൽഫായിട്ടുള്ളൊരു ഒബ്സർവേഷനും സെൽഫ് റിഫ്ലക്ഷനും ഈ ഒരു അസസ്മെൻറ്റിൽ നടക്കുന്നുണ്ട്, റിഫ്ലക്റ്റീവ് അസസ്മെൻറ്റിൽ. 54th ക്വസ്റ്റ്യൻ, അസസ്മെൻറ്റ് ബേസ്ഡ് ഓൺ സിസ്റ്റമാറ്റിക് കളക്ഷൻ ഓഫ് ലേണേഴ്സ് വർക്ക്. ഒരു ലേണറിൻ്റെ വർക്കുകൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കളക്ട് ചെയ്യുന്ന ഒരു അസസ്മെൻറ്റിനെ നമ്മൾ എന്താണ് വിളിക്കുക? പോർട്ട്ഫോളിയോ അസസ്മെൻ്റ് എന്നാണ് അതിനെ വിളിക്കുക. അപ്പോൾ അവരുടെ ആ ഒരു വർക്ക്സുകൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കുട്ടികളുടെ ആ ഒരു കമ്പിറ്റൻസീസും അതുപോലെ തന്നെ ആ ഒരു ബ്രില്യൻറ്റ് വർക്ക്സുകളും കുട്ടികളുടെ ഡെവലപ്മെൻറ്റൽ പ്രോഗ്രസ്സും കൂടിയാണ് ഈ ഒരു പോർട്ട്ഫോളിയോ അസസ്മെൻറ്റിലൂടെ കാണിക്കുന്നത്. ഡാഷ് ഇസ് എ ടൂൾ യൂസ്ഡ് ടു ഇൻ്റർപ്രറ്റ് ആൻഡ് ഗ്രേഡ്സ് സ്റ്റുഡൻസ് വർക്ക് അഗെയിൻസ്റ്റ് ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ്. സോ റൂബ്രിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൂൾ ആൻഡ് ദാറ്റ് ടൂൾ ഇസ് യൂസ്ഡ് ടു ഇൻ്റർപ്രറ്റ് ആൻഡ് ഗ്രേഡ് സ്റ്റുഡൻസ് വർക്ക്. കുട്ടികളുടെ വർക്ക്സുകൾ ഇൻ്റർപ്രറ്റ് ചെയ്യാനും ഗ്രേഡ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ ഒരു റൂബ്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റൂബ്രിക്സിന് പല പേരിൽ നമുക്ക് അറിയപ്പെടാം: ക്രൈറ്റീരിയ ഷീറ്റ്സ്, ഗ്രേഡിംഗ് സ്കീംസ് ഓർ സ്കോറിംഗ് ഗൈഡ്സ്. അപ്പോൾ ഇത്രയും പേരുകളാണ് ഈ ഒരു റൂബ്രിക്സിന് ഉള്ളത്. 56th ക്വസ്റ്റ്യൻ, ഡാഷ് റെഫേഴ്സ് ടു എ സിസ്റ്റം ഓഫ് സ്കൂൾ ബേസ്ഡ് ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻസ് ദറ്റ് കവേഴ്സ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് സ്റ്റുഡൻസ് ഡെവലപ്മെൻറ്റ്. കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റും ഇവാലുവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സ്കൂൾ ബേസ്ഡ് സിസ്റ്റത്തിനെയാണ് നമ്മൾ CCE എന്ന് പറയുന്നത്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. വിച്ച് ആക്ട് മാൻഡേറ്റഡ് CCE? CCE അഥവാ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ നിർബന്ധമാക്കിയത് ഏത് ആക്ട് ആണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. 58th ക്വസ്റ്റ്യൻ, സ്കെയിൽ യൂസ്ഡ് ഇൻ CCE. CCEയിൽ യൂസ് ചെയ്യുന്ന സ്കെയിൽ എന്താണ്, ഏതാണ്? 9 പോയിന്റ് സ്കെയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 9 പോയിന്റ് സ്കെയിൽ എന്ന് പറയുന്നത് ഇതാണ്, നമ്മൾ കാണുന്നില്ലേ, 1 മുതൽ 9 വരെ എഴുതിയിട്ടുണ്ട്. അവിടെ ഓരോ ലെവൽസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 എന്ന് പറയുമ്പം ഡിസ്ലൈക്ക് എക്സ്ട്രീംലി, 2 എന്ന് പറയുമ്പം ഡിസ്ലൈക്ക് വെരി മച്ച്, 9th പോയിന്റിൽ എത്തുമ്പോൾ ലൈക്ക് എക്സ്ട്രീംലി. അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് 9 പോയിന്റ് ഹെഡോണിക് സ്കെയിൽ എന്ന് പറയുന്നത്. സോ CCE അഥവാ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷനിൽ യൂസ് ചെയ്യുന്നത് 9 പോയിന്റ് സ്കെയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഡെവലപ്ഡ് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ? അത് നമ്മൾ കഴിഞ്ഞ വീഡിയോസുകളിലും പറഞ്ഞതാണ്. കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ബ്രൂണറും അഡ്വാൻസ്ഡ് ഓർഗനൈസർ മോഡൽ ഡേവിഡ് ഒസ്ബലും ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 60 ക്വസ്റ്റ്യൻസ്. ഇനി ബാക്കിയുള്ള 2 യൂണിറ്റ്സിൽ നിന്ന് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരെ താങ്ക് യു.